ചുരം കയറാൻ രാഹുൽ. ദേശാഭിമാനി മുഖപ്രസംഗത്തിലെ പപ്പുമോൻ പ്രയോഗത്തെ തള്ളി റെസിഡന്റ് എഡിറ്റർ PM മനോജ്. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജാഗ്രതക്കുറവ് ദേശാഭിമാനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിച്ച് തിരുത്തൽ വരുത്താൻ മടിയില്ലെന്ന് മനോജ് പറഞ്ഞു. PV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇന്ന് വന്ന മുഖപ്രസംഗം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തിരുത്തിന്റെ സാധ്യത റെസിഡന്റ് എഡിറ്റർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം അറിയിച്ചത്? രേണുക, കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമാക്കാൻ പപ്പുവിന്റെ സ്ട്രൈക്ക് എന്ന തലക്കെട്ടിലാണ് ഇന്ന് ദേശാഭിമാനി മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചത്. രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് മുഖപ്രസംഗം. ഇതിനെ പൂർണ്ണമായും ഈ പപ്പു പ്രയോഗത്തെ തള്ളിക്കളയുകയാണ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ്. രാഹുൽ ഗാന്ധി എന്നല്ല, രാഷ്ട്രീയ നേതാക്കളെ ആരെയും വ്യക്തിപരമായി അവഹേളിക്കുന്നത് ഇടത് രാഷ്ട്രീയമല്ല. രാഹുൽ ഗാന്ധിയെ BJP പപ്പുപോൻ എന്ന് വിളിച്ചപ്പോഴും കോൺഗ്രസിന്റെ വടകര സ്ഥാനാർത്ഥിയായ K മുരളീധരൻ പണ്ട് സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോഴും അതിനെ ദേശാഭിമാനി പിന്തുണച്ചിരുന്നില്ല. ഇന്ന് വന്ന ഈ പരാമർശം ശരിയല്ല എന്നാണ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ തന്നെ പറയുന്നത്. ഇത് തിരുത്താൻ തയ്യാറാണ്. ഇത് ജാഗ്രത മൂലമുണ്ടായ തെറ്റാണ്. ആ തെറ്റ് തിരുത്താൻ ദേശാഭിമാനി തയ്യാറാണ്. ഇത്തരമൊരു അധിക്ഷേപം ദേശാഭിമാനി അംഗീകരിക്കില്ലെന്ന് റെസിഡന്റ് എഡിറ്റർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. ഈ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ദേശാഭിമാനി രാഹുൽ ഗാന്ധിയെ അവഹേളിച്ച തരത്തിലുള്ള വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് വിശദീകരണവും തിരുത്തലുമായി ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. രേണുക, അരുൺ, പക്ഷേ വലിയ രീതിയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു മുഖപത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് ഇത്തരം ഒരു പരാമർശം കടന്നുകൂടിയത്. അതുകൊണ്ട് തന്നെ അത് ജാഗ്രതക്കുറവ് കൊണ്ടുണ്ടായതാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ? ആ വിശദീകരണം ആ രീതിയിൽ സ്വീകരിക്കപ്പെടുമോ? രേണുക, സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. അത് ഒഴിവാക്കാനുള്ള ചില തന്ത്രങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും CPM ദേശീയ തലത്തിൽ തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയെ വന്നതോടെ പൂർണ്ണമായും രാഹുൽ ഗാന്ധി എതിർക്കാൻ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചു. പക്ഷേ അത് ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിലൂടെ ആയതാണ് ഇപ്പോൾ വലിയ വിമർശനത്തിന് വഴിവച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എതിർക്കാനും നേരത്തെ BJPയെ കേന്ദ്രീകരിച്ചുകൊണ്ട് BJPയുടെ നയങ്ങളെ നരേന്ദ്രമോദിയും കേന്ദ്രീകരിച്ചായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്തെ കോൺഗ്രസ് വിമർശിക്കുമ്പോഴും ദേശീയ നേതാക്കളെ അല്ലെങ്കിൽ ദേശീയ നയങ്ങളെയോ കാര്യമായി ഇവിടെ വരുന്ന നേതാക്കൾ വിമർശിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അവഹേളിച്ചു. അത് വലിയ വിമർശനം ഉയരുകയും ചെയ്തു. അതുകൊണ്ടാണ് അത്തരമൊരു തള്ളിപ്പറയലിലേക്ക് CPM എത്തിയിരിക്കുന്നത്. ഏത് തരത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുമെന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നു. പാർട്ടിയുടെ കൂടി ആവശ്യപ്രകാരമായിരിക്കും തീർച്ചയായും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ ഇത്തരമൊരു നിരാകരണ കുറിപ്പ് ഫേസ്ബുക്കിലൂടെയെങ്കിലും പുറത്തുവിട്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് സ്വീകരിക്കുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ദേശാഭിമാനിയുടെ നടപടി അതിന്റെ ഏറ്റവും മുതിർന്ന പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആള് തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പ്രധാന പദവിയിലിരിക്കുന്ന റെസിഡന്റ് എഡിറ്റർ തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. പത്രത്തിന്റെ എഡിറ്റർ P രാജീവാണ്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്ത് സ്ഥാനാർത്ഥിയുമാണ്. അദ്ദേഹം മാപ്പ് പറയണമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VT ബൽറാമിന്റെ ആവശ്യം. അത്തരം നടപടിയിലേക്ക് CPM പോകുമോ എന്ന കാര്യം ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ തന്നെ ആ മുഖപ്രസംഗത്തെ പപ്പു പരാമർശത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശരി, VV അരുണാണ്.